അത്യുന്നതന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസറേനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ആശുപത്രിയിൽ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് കുറേ പേരെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ആരെയായിരിക്കും അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത്? എല്ലാവരെയും ഒരുപോലെ അറ്റൻഡ് ചെയ്യത്തില്ല, എല്ലാവരുടെയും ആവശ്യങ്ങൾ ഒരുപോലെ അവർ നിവർത്തിച്ച് കൊടുക്കത്തില്ല. ആ ചികിത്സ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഏറ്റവും അത്യാസന്ന ഉള്ളവർക്ക് മാത്രമായിരിക്കും. ബാക്കിയുള്ളവർ എത്രയൊക്കെ കരഞ്ഞാലും അവർക്ക് അതേ ചികിത്സ അല്ലെങ്കിൽ അതേ അറ്റൻഷൻ ഒരിക്കലും കൊടുക്കത്തില്ല. ഇത് ലോകത്തിൻ്റെ വ്യവസ്ഥയാണ്. ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി, 2 മക്കളുള്ള ഒരമ്മ സാധാരണ രീതിയിൽ 2 മക്കളും കൂടെ ഒരുപോലെ കരയാനോ വഴക്ക് പിടിക്കാനോ ഒക്കെ ശ്രമിച്ചാൽ ഏറ്റവും കൂടുതൽ അമ്മമാർ എന്താ പറയുക, ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ആരെയാണെന്നറിയാമോ? ഏറ്റവും കൊച്ചിനെ ആയിരിക്കും. ആ കൂട്ടത്തിലുള്ളത് ഒരു കൊച്ചാണെങ്കിൽ ആദ്യം ആ കൊച്ചിൻ്റെ വഴക്ക് മാറ്റാൻ നോക്കും, പിന്നെയാണ് വലിയ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇത് ഒരു ഹ്യൂമൻ ടെൻഡൻസി തന്നെയാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥ ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. പ്രിഫറൻസസ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഏത് മേഖലയിലാണെങ്കിലും നടത്തി കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥ പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥയെങ്കിൽ നമ്മുടെയൊക്കെ ഗതി എന്തായാലുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എല്ലാവരുടെയും പ്രാർത്ഥനകളൊക്കെ ദൈവത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ ഇമെയിൽ അയക്കുന്നത് പോലെ വരികയാണ്. ഈ ആവശ്യം, ആ ആവശ്യം, സൗഖ്യം, കടം മാറ്റുക എന്നിങ്ങനെയുള്ള പല പല ആവശ്യങ്ങൾ വരുമ്പോൾ ദൈവം ഇതെല്ലാം നോക്കുകയാണ്. ഇന്ന ആളുടെ ആവശ്യം, അത്ര സീരിയസ്നെസ് ഒന്നും ഇല്ലാത്ത ആവശ്യം, ഞാൻ അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത ആളുടെ ഏറ്റവും കൂടുതൽ സീരിയസ്നെസ് ഉള്ള മാറ്റർ മാത്രം ഞാൻ ഇപ്പം നോക്കട്ടെ എന്നുള്ളതാണ് ദൈവം ചിന്തിക്കുന്നതെങ്കിൽ എന്തായാലുമായിരുന്നു നമ്മുടെയൊക്കെ അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ ചെറിയ ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളും ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്ക് അറ്റൻഷൻ വേണ്ട ആവശ്യങ്ങളും എല്ലാം ഒരേപോലെ നോക്കിക്കാണുന്ന, ഒരേപോലെ നിവർത്തിക്കുന്ന ദൈവത്തിന് എത്രമാത്രം നമ്മൾ മഹത്വം കൊടുത്താൽ മതിയാവും. സാറാഫാത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. ആ പ്രദേശത്ത് ഒരുപാട് നാൾ മഴ പെയ്യാതിരുന്നത് കൊണ്ട് അവിടെ വലിയ ക്ഷാമമുണ്ടായി. തൻ്റെ തുരുത്തിയിലെ അവസാനത്തെ എണ്ണയും തൻ്റെ കലത്തിലെ അവസാനത്തെ ശേഷിച്ച മാവും കൊണ്ട് അപ്പമുണ്ടാക്കി കഴിച്ചിട്ട് മരിക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കിടന്ന ഒരു സ്ത്രീയാണ് സാറാഫാത്തിലെ വിധവ. സാറാഫാത്തിലെ വിധവയുടെയും മകൻ്റെയും കരച്ചിൽ, അല്ലെങ്കിൽ സാറാഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് തീരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ദൈവം അവിടേക്ക് അയച്ചത് പ്രവാചകനായ ഏലിയാവിനെയാണ്. ഏലിയാവാണെങ്കിൽ തോട്ടിലെ വെള്ളം തീർന്ന് അവിടെ കിടക്കുകയാണ്. ഏലിയാവിനോട് ദൈവം അരുളി ചെയ്യുകയാണ്, സാറാഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് പോവുക, അവിടെ ഞാൻ നിനക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷെ ആ സമയം ഏലിയാവ് എന്താണെങ്കിലും വിചാരിച്ചിട്ടുണ്ട് സാറാഫാത്തിലെ വിധവ ആ ഒരു സ്ത്രീയുടെ പക്കൽ ഏതാണ്ടൊക്കെ കഴിക്കാനുണ്ട് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാര്യം പിന്നീടാണ് ഒരു പക്ഷേ ഏലിയാവിനെ മനസ്സിലാക്കിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറാഫാത്തിലെ വിധവ ഏലിയാവിനോട് പറയുകയാണ്, ഞാൻ അവസാനത്തെ അപ്പം കഴിച്ച് ഞാനും എൻ്റെ മകനും അത് കഴിച്ചിട്ട് മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഏലിയാവിന് മാത്രമല്ല, സാറാഫാത്തിലെ വിധവയുടെ മകനും സാറാഫാത്തിലെ വിധവയ്ക്കും അവരുടെ കലത്തിലെ മാവ് തീരാതെ, അവരുടെ തുരുത്തിയിലെ എണ്ണ തീരാതെ, ആ ഒരു ക്ഷാമകാലം തീരുന്നത് വരെയും അവർക്ക് വേണ്ടി കരുതിയ ആ ദൈവം, ആ മാവിന് പോലും വില കൽപ്പിച്ച ദൈവം നമ്മളെയുമൊക്കെ എത്രമാത്രം നടത്തുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമ്മുടെയൊക്കെ ചെറിയ ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളും എന്നൊന്നും നോക്കാതെ, നമ്മളൊക്കെ വലുതാണോ ചെറുതാണോ, മുമ്പനാണോ മുമ്പിയാണോ, അതെങ്കിൽ കുറഞ്ഞവനാണോ ഒന്നും പോലെ നോക്കാതെ നമ്മളെയൊക്കെ എത്രമാത്രം ദൈവം കരുതുന്നു എന്ന് ചിന്തിച്ച് നോക്കുക. ഫിലിപ്പിയർ 4:19 എഴുതിയിരിക്കുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൽ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. അതിൻ്റെ ഇംഗ്ലീഷ് വേഴ്സ് എന്ന് പറഞ്ഞാൽ, The Lord shall supply all your needs. The Lord shall supply all your needs. All. ചെറുതും വലുതുമായ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളും
കുറേ വർഷങ്ങൾക്ക് ശേഷം വേണ്ട കാര്യങ്ങളുമൊക്കെ നിവർത്തിച്ച് തരുന്നവനാണ് ദൈവം. ഓൾ യുവർ നീഡ്സ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഇതിനെ കാണിക്കുന്ന മറ്റൊരു ചെറിയ സ്ക്രിപ്ചറും കൂടെയുണ്ട്. ഈ ഒരു സ്ക്രിപ്ചർ എന്ന് പറഞ്ഞാൽ എലീഷയുടെ ഒരു മിറക്കിളിനെ പറ്റിയുള്ള സ്ക്രിപ്ചറാണ്. പ്രവാചക ശിഷ്യന്മാർ എലീഷയോട് പറയുന്നു, നമ്മൾക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നും പോയി യോർദാൻ്റെ തീരത്തുള്ള ഒരു പ്രദേശത്ത് അവിടെ നമ്മൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ്. അവരുടെ കൂടെ എലീഷയും പോകുന്നു. എന്നാൽ അവിടെ ചെന്ന് പ്രവാചക ശിഷ്യന്മാരിൽ ഒരാൾ ഒരു മരം മുറിക്കുമ്പോൾ അവൻ്റെ കോടാലി തല ഊരി വെള്ളത്തിൽ പോകുന്നു. അത് കാണുന്ന ആ ഒരു ആള് കരയുകയാണ്. യജമാനനെ എന്ന് വിളിച്ച് കരയുന്ന ആൾ പറയുന്നു അത് കടം മേടിച്ചതായിരുന്നു. അപ്പോൾ എലീഷ ആളോട് ചോദിക്കുന്നു, വേർ ഡിഡ് ഇറ്റ് ഫോൾ? എവിടെയാണത് നഷ്ടമായത്? എവിടെയാണത് വീണുപോയത്? അപ്പോൾ ഈ ഒരു ചോദ്യം കേട്ടിട്ട് ആ ഒരു പ്രവാചക ശിഷ്യൻ ആ സാധനം നഷ്ടമായ ആ സ്ഥലം എലീഷയ്ക്ക് കാണിച്ചു കൊടുക്കും. ഇതിനുശേഷം എലീഷ അവിടെ ഒരു മരക്കൊമ്പ് മുറിച്ച് അവിടെ ഇടുമ്പോൾ ആ ഇരുമ്പ് കോടാലി തല പൊങ്ങി വരികയാണ്. എലീഷ ആ മനുഷ്യനോട് പറയുന്നു, നീ കൈ നീട്ടി അത് എടുത്തുകൊള്ളുക. ആ നഷ്ടപ്പെട്ട പ്രവാചക ശിഷ്യൻ കൈ നീട്ടി തന്നെ കൈ നീട്ടി അത് എടുക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരുന്നിരിക്കണമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഇത് വെറും ഒരു കോടാലിക്കൈ റെസ്റ്റോർ ചെയ്ത ഒരു സ്ക്രിപ്ചറാണ്. ബൈബിളിലെ വലിയ മിറക്കിൾസ് പോലെ, മരിച്ച ആള് കല്ലറയിൽ നിന്ന് പുറത്ത് വരുന്നത് പോലെ, റെഡ് സീ 2ആയിട്ട് പിളർന്നത് പോലെ, ആകാശത്തിൽ നിന്നും മന്ന പൊഴിഞ്ഞതുപോലെ, കടലിൽ നിന്നും കാടപക്ഷിയെ അടിച്ചു കയറ്റിയതുപോലെയുള്ള വലിയ മിറക്കിളൊന്നുമല്ല ഇത്. എങ്കിലും വലിയ ആത്മീയ സാരാംശം അടങ്ങുന്ന ഈ ഒരു സ്ക്രിപ്ചറിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്, ആ ഒരു ഭൃത്യൻ്റെ കരച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആൾക്കത് വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയായിരുന്നു. യജമാനനെ അത് ഞാൻ കടം മേടിച്ചതാണ് എന്ന് പറയുമ്പോൾ ആ ആൾക്ക് എത്രമാത്രം അത് കിട്ടിയേ തീരാവൂ എന്നുള്ളത് എല്ലാം കാണുന്ന ദൈവത്തിന് അറിയാമായിരുന്നു. ഹാഗാറിനെ കണ്ട ആ കണ്ണുകൾക്ക്, ആകാശത്തിലെ പറവകളെയും കരുതുന്നവന്, വയലിലെ ലില്ലിപ്പൂക്കൾക്കും വേണ്ടത് നൽകുന്നവന്, ആ ഒരു ഭൃത്യൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രവാചക ശിഷ്യൻ്റെ കോടാലി കൈക്ക് അവൻ എത്രമാത്രം അത് വേണ്ടതായിരുന്നു എന്നത് കണ്ട് അവിടെയും വലിയ മിറക്കിൾസ് കാണിച്ച ആ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം മിറക്കിൾസ്, നമ്മുടെയുമൊക്കെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാൻ ദൈവം എത്രമാത്രം താല്പര്യം കാണിക്കുന്നു എന്നത് നിങ്ങൾ അറിയുക. അറിയാൻ മേലാത്തവർ അറിയുക. ചിലരുടെയൊക്കെ മനസ്സിലുള്ളൊരു ചിന്തയാണ് ദൈവം എൻ്റെ കാര്യം നടത്തി തരത്തില്ല എന്നുള്ളത്. എങ്കിലും സാറാഫാത്തിലെ വിധവയുടെ മാവ് തീർന്നു പോയപ്പോൾ ആ മാവിനെയും ഗൗനിച്ച ദൈവം, പ്രവാചക ശിഷ്യൻ്റെ കോടാലിക്കൈ കാണാതെ പോയപ്പോൾ അതിനെയും ഗൗനിച്ച ദൈവം എന്നെയും നിങ്ങളെയും ഒക്കെ എത്രമാത്രം ഗൗനിക്കുന്നു എന്ന് തിരിച്ചറിയുക. പ്രവാചക ശിഷ്യനോട് എലീഷ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വേർ ഡിഡ് ഇറ്റ് ഫോൾ? എവിടെയാണത് നഷ്ടമായത്? എവിടെയാണത് നഷ്ടമായത്? കോടാലിക്കൈ നഷ്ടമായത് എവിടെയാണ് എന്നതാണ് ഈ ഒരു സ്ക്രിപ്ചറിലുള്ള ചോദ്യം. പക്ഷേ ഈ ഒരു ചോദ്യം നമ്മളോട് ഓരോരുത്തരും മിറക്കിൾസ് ഒക്കെ ആവശ്യങ്ങൾ നടത്തി തരുന്നതിന് മുമ്പേ ദൈവവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വേർ ഡിഡ് ഇറ്റ് ഫോൾ? വേർ ഡിഡ് യു ലൂസ് ഇറ്റ്? എവിടെയാണത് നഷ്ടമായത്? എവിടെയാണ് നിങ്ങൾക്ക് സമാധാനം നഷ്ടമായത്? എവിടെയാണ് സന്തോഷം നഷ്ടമായത്? എവിടെയാണ് കുടുംബത്തിലെ സമാധാനം നഷ്ടമായത്? എങ്ങനെയാണത് നഷ്ടമായത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ചിന്തിച്ച് നമ്മളുടെ ഹൃദയങ്ങളെയും ഹൃദയവിചാരങ്ങളെയും നമ്മളുടെ നനവുകളെയും നടപ്പിനെയും കഴിഞ്ഞുപോയ കാര്യങ്ങളെയും ഒക്കെ ചിന്തിച്ച് മനസ്സിലാക്കി ഇതിനൊരു ഉത്തരം എല്ലാവരും കണ്ടെത്തുക. എന്നിട്ട് ദൈവത്തോട് പറയുക, ഐ ലോസ്റ്റ് ഇറ്റ് ഹിയർ. ഐ ലോസ്റ്റ് ഇറ്റ് ഇൻ അഡിക്ഷൻസ്. ഐ ലോസ്റ്റ് ഇറ്റ് ഇൻ സോഷ്യൽ മീഡിയ. ഐ ലോസ്റ്റ് ഇറ്റ് ഇൻ സ്മോക്കിംഗ്. I lost it in drinking. I lost it in worrying. I lost it in depression. Do not worry എന്നത് ബൈബിളിലെ ഒരു കമാൻഡ്മെൻറ്റ് തന്നെയാണ്. പക്ഷെ നാളെക്കുറിച്ച്
വിചാരപ്പെടരുതെന്ന് ദൈവം പറയുമ്പോൾ നാളെക്കുറിച്ചും മറ്റന്നാളെക്കുറിച്ചും അതിൻ്റെ നാളെക്കുറിച്ചും 12 കൊല്ലം കഴിഞ്ഞു നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിചാരപ്പെട്ട് പ്രശ്നങ്ങളെ വലുതാക്കി കണ്ട് ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായി നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്നത് ചിന്തിച്ച് മനസ്സിലാക്കുക. വേർ ഡിഡ് ഇറ്റ് ഫോൾ, എങ്ങനെയാണ് ഇത് വന്നത്, എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. സോഷ്യൽ മീഡിയ എന്നത് വലിയൊരു ചതിക്കുഴി തന്നെയാണ്. ഇന്ന് പലർക്കും പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ പ്രാർത്ഥന എന്നതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ബൈബിൾ വായിക്കുക, ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുക എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ പിടിച്ച് വലിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമ്മളെ മാറ്റിക്കളയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ ഇന്നത്തെ. കൂറ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് നമ്മൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നു. ഇന്ന് പല ഭവനങ്ങളുടെ അടിത്തറ ഇളകുന്നത് തന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ദൈവത്തോട് പറയാൻ പല റീസൺസ് നമ്മളുടെയൊക്കെ ചിന്തകൾ തന്നെ മതിയാവും. ഓരോരുത്തരുടെയും ജീവിതത്തിനനുസരിച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി ദൈവത്തോട് പറയുക, ഐ ലോസ്റ്റ് ഇറ്റ് ഹിയർ. ആ അവസരങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ സിറ്റുവേഷനുകളിലേക്ക് അത് പൂർണ്ണമായിട്ട് ദൈവത്തിന് പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ സമ്മതിച്ച് ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള ആ ഒരു താല്പര്യം നമ്മൾക്ക് ഉണ്ടാകേണ്ടത് തന്നെയാണ്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരാതിരിക്കുന്നത് ദൈവം മാറാത്തത് കൊണ്ടല്ല എന്നത് എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ മാറാത്തത് കൊണ്ടാണ് ഒരുപാട് കാലങ്ങളായിട്ടും ചില കാര്യങ്ങളൊക്കെ മാറാത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാറ്റം നമ്മളിൽ വരാത്തത് കൊണ്ട് തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഒരുപക്ഷെ വരുത്തണമെന്നില്ലായിരിക്കും. ചില രോഗങ്ങളൊക്കെ വരുന്നത് അൺഫോർഗീവ്നെസ് കൊണ്ട് തന്നെയാണ്. വല്ലാത്ത പകയും വല്ലാത്ത വിദ്വേഷവും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് നാൾ സൂക്ഷിക്കുമ്പോൾ ദൈവത്തോട് എന്താണ് ഇതിൻ്റെ റീസൺ, വൈ ഡിഡ് യു ലൂസ് ഇറ്റ്, വേർ ഡിഡ് യു ലൂസ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഐ ലോസ്റ്റ് ഇറ്റ് ഇൻ അൺഫോർഗീവ്നെസ് എന്ന് സമ്മതിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുമ്പോൾ പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് തന്നെയാണ്. ഇതുപോലെ പല റീസൺസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ ജീവിതത്തിൻ്റെ ഏടുകളെ നമ്മൾ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക. വചനവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാകണമെങ്കിൽ. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു സ്പിരിച്വൽ മിറർ നോക്കുന്നതിനെക്കുറിച്ച്. വചനമെന്ന മിററിൽ നോക്കി നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുമ്പോൾ വലിയ മിറക്കിൾസ് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കും. അപ്പോഴാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. ആ ഭൃത്തിനെ കൊണ്ട് എവിടെയാണ് ഇത് നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ നഷ്ടപ്പെട്ട സ്ഥലത്ത് അവിടെ ഒരു മരക്കുറ്റി വെട്ടി എറിയുകയാണ് എലീശ. ഈ ഒരു മരക്കുറ്റി എന്ന് പറയുന്നത് നമ്മൾ പഴയ നിയമ പുസ്തകങ്ങളിൽ ഇത്തരം മരക്കുറ്റി മാറയിലെ കയ്പുള്ള ആ ഒരു വെള്ളം മാറ്റാൻ വേണ്ടി അവിടെയും ഒരു മരക്കുറ്റി അല്ലെങ്കിൽ ഒരു മരക്കൊമ്പ് എറിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന സിംബൽസ് തന്നെയാണ്. അപ്പോൾ ഇത്തരം നമ്മുടെയൊക്കെ ആ ഒരു അവസ്ഥകളിൽ, നമ്മുടെ നഷ്ടമായ ആ ഒരു അവസ്ഥകളിൽ ഈ ഒരു റീസൺസിൻ്റെ ഒക്കെ മുകളിൽ യേശു ക്രിസ്തുവിനോട് പറയുക, ഇവിടെയാണ് എനിക്ക് സംഭവിച്ചത്. യേശുവിനെ ഇൻവൈറ്റ് ചെയ്യുക. ആ ഒരു അവസ്ഥകളുടെ മേൽ അവിടെ ദൈവം വരുമ്പോൾ നമ്മളായിട്ട് ബോധിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളായിട്ട് സമ്മതിച്ച് കൊടുത്ത് മാറ്റങ്ങൾ വരുത്തുമ്പോൾ, നമ്മൾ ദൈവവുമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മരക്കുറ്റി എറിയുമ്പോൾ പൊങ്ങി വരുന്നത് ഇരുമ്പ് കോടാലി തലയാണ്. ഒരിക്കലും പൊങ്ങി വരാത്ത ഒരു സാധനമാണ് ഇരുമ്പ്. വെള്ളത്തിൽ ഒരു കാലത്ത് അത് മറ്റൊന്നിൻ്റെ സഹായമില്ല, നമ്മൾ പൊക്കിയെടുക്കാതെ വരത്തില്ല. മനുഷ്യർ പൊക്കിയെടുക്കാതെ അത് വരത്തില്ലാത്തൊരു സാധനമാണ്. വെറും മരക്കൊമ്പ് വെട്ടിയിട്ടപ്പോൾ വന്ന ആ ഒരു മാറ്റം, അതേ മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇംപോസിബിളായിട്ട് ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് നഷ്ടപ്പെട്ട പല സംഗതികളും, നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെയൊക്കെ അലട്ടുന്ന പല സാഹചര്യങ്ങളും, നമ്മുടെയൊക്കെ പല അസുഖങ്ങളുമൊക്കെ മാറിപ്പോകുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് എവിടെയാണിത് നഷ്ടപ്പെട്ടത് എന്നത് തന്നെയാണ്. ഒട്ടുമിക്ക അവസരങ്ങളിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക സിറ്റുവേഷൻസിലും ഇങ്ങനെയൊരു ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾക്കൊക്കെ കണ്ടെത്താവുന്നത് തന്നെയാണ്. ഐ ലോസ്റ്റ് ഇൻ അഡിക്ഷൻസ്, ഐ ലോസ്റ്റ് ഇൻ സ്മോക്കിംഗ്,
ഐ ലോസ്റ്റ് ഇൻ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്. പലതരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ക്രൂശിൽ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും റെസ്റ്റോർ ചെയ്തത് തന്നെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ദൈവം വീണ്ടെടുത്ത് തരും. ആ ഒരു കോടാലിക്കായി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം മാറ്റി പൊക്കി തന്നതുപോലെ തന്നെ നമ്മൾക്കുമൊക്കെ നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ വെള്ളത്തിൻ്റെ സർഫസിൽ അത് വന്നതുപോലെ തന്നെ വലിയ മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കും. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും ദൈവത്തെ ഒന്ന് പ്രീതിപ്പെടുത്തുക, പിടിച്ച് കുലുക്കുക, ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുക. ആ മനസ്സ് 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ ഉടഞ്ഞതാണ്. എന്താ പറയുക, മനസ്സ് മാറിയതാണ്. നമ്മളെയൊക്കെ എൻ്റെ മകനെ, എൻ്റെ മകളെ എന്ന് വിളിക്കുന്ന ആ ഒരു ദൈവത്തെ ദയവ് ചെയ്ത് പിടിച്ചു കുലുക്കി അവൻ്റെ മനസ്സ് മാറ്റാൻ നമ്മൾ ശ്രമിക്കാതെ ഇരിക്കുക. ഇത്തരം ചെറിയ ചെറിയ ചിന്തകൾ നിങ്ങൾ മനസ്സിലാക്കി, ചെറിയ സ്ക്രിപ്ചർ ആണെങ്കിലും ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആത്മീയ സാരാംശം മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മാറാത്ത തടസ്സങ്ങളൊക്കെ ദൈവം മാറ്റുന്നത് തന്നെയായിരിക്കും. സോ കം fall in love with Jesus and fall in love with the word of God.